ഇനി അടുത്തത് പ്രൈമറി മെമ്മറി. പ്രൈമറി മെമ്മറി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾക്ക് പ്രൊസസ്സർ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ സിസ്റ്റത്തിനകത്ത് തന്നെ ഉള്ള ഒരു സംഭവമാണ്. ഇതിനെ എഗെയിൻ വോളറ്റൈൽ അല്ലെങ്കിൽ നോൺ വോളറ്റൈൽ എന്നുള്ള രീതിയിൽ പറയാം. വോളറ്റൈൽ എന്ന് പറയുമ്പോഴത്തേനും നമ്മളുടെ സിസ്റ്റത്തിൻ്റെ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഒരു കണ്ടൻറ്റ് കിട്ടത്തില്ല, ആ ഒരു കണ്ടൻറ്റ് ലൂസ് ചെയ്യും. അപ്പം അതിനെയാണ് വോളറ്റൈൽ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. നോൺ വോളറ്റൈൽ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്താൽ പോലും എൻ്റെ ഡേറ്റ അത് അവിടെ തന്നെ ഇരിക്കും. പ്രൈമറി മെമ്മറി 3 രീതിക്ക് 3 ടൈപ്പായിട്ട് നമുക്ക് പറയാം. അതേതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാം, റോം ആൻഡ് സിമോസ്. റാം റോമൊക്കെ നമ്മളുടെ കൊച്ചുനാളെ പഠിച്ചിട്ടുള്ളതാണ് കമ്പ്യൂട്ടറിൽ. അപ്പോൾ അത് ജസ്റ്റ് നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് പോവാം. റാം അല്ലെങ്കിൽ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് അതൊരു വോളറ്റൈൽ മെമ്മറിയാണ്. അതായത് നമ്മളുടെ കണ്ടൻറ്റ് നമ്മളുടെ ലാപ്ടോപ്പ് ടേൺ ഓഫ് ചെയ്യുമ്പോഴത്തേനും നമ്മളുടെ കണ്ടൻറ്റ് നമുക്ക് ലോസ്റ്റ് ആയി പോകും. അതാണ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. സോ ഇവിടെ വേറൊരു സംഭവം കൂടെ ഉണ്ട്, റാൻഡം എന്നുള്ളൊരു വേർഡ് കൂടെ ഉണ്ട്. അതായത് നമ്മൾക്ക് ഇതിൻ്റെ ലൊക്കേഷൻ, നമ്മൾക്ക് ഈ ഒരു മെമ്മറിയുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റാൻഡമായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മൾക്ക് റാൻഡം ലൊക്കേഷനിലോട്ട് നമുക്ക് ഡേറ്റിനെ സ്റ്റോർ ചെയ്യാനും അവരെ ആക്സസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അതായത് ഒരു ഓർഡറിൽ പോകണം എന്നുള്ളത് റാമിന് നിർബന്ധമല്ല. അപ്പം പ്രൊസസ്സർ എന്താണ് ചെയ്യുന്നത്, ഇൻസ്ട്രക്ഷനും ഡേറ്റയും റാമിൽ നിന്ന് വായിച്ച് എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ച് റൈറ്റ് ബാക്ക് ചെയ്യുമല്ലോ, അതായത് ഒരു ഔട്ട്പുട്ട് തിരിച്ച് റൈറ്റ് ബാക്ക് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വോളറ്റൈൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് റാമിനെ മെയിൻ മെമ്മറി ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറയാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ആഡ് 3,5 ഓക്കെ. അപ്പം ഇത് എൻ്റെ റാമിലാണ് ഇരിക്കുന്നത്. അപ്പം ഇത് ഞാൻ എൻ്റെ സി പി യുവിന് കൊടുത്തു. അപ്പോൾ സി പി യു എന്താണ് ചെയ്യുന്നത്, അർത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അത് 3 + 5 എത്രയാണ്, 8 എന്നുള്ളത് മനസ്സിലാക്കി. 8 എന്നുള്ള വാല്യൂ ഞാൻ തിരിച്ച് റാമിൽ സ്റ്റോർ ചെയ്യണം. അപ്പോൾ എന്താണ്, ഇത് ഇറേസ് ചെയ്ത് സം ഇസ് ഈക്വൽ ടു 8 എന്നുള്ള രീതി റാമിൽ സ്റ്റോർ ചെയ്യും. എന്തുകൊണ്ടാണ് റാമിൽ അങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്, അത് വോളറ്റൈലാണ് അല്ലേ, നമുക്കത് ഇറേസബിൾ ആണ്, റീറൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ റാമിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. റാമിനെ 2 രീതിക്ക് നമുക്ക് ഡിവൈഡ് ചെയ്യാം, ഡി റാമും എസ് റാമും. ഡി റാം എന്ന് പറയുന്നത് ഒരു ട്രാൻസിസ്റ്ററും ഒരു കപ്പാസിറ്ററിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. കപ്പാസിറ്ററിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ മുൻപേ പഠിച്ചിട്ടുണ്ട്. അത് നമ്മളുടെ ചാർജ് ലൂസ് ചെയ്യും അല്ലേ, അപ്പോൾ റീചാർജ് ചെയ്യേണ്ട ആവശ്യം വരും. അതുകൊണ്ട് തന്നെ ഡി റാം റീഫ്രഷ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. സോ 1000 ടൈംസ് സെക്കൻഡാണ് നമുക്ക് ഡി റാമിന് റിഫ്രഷ് ചെയ്യേണ്ടി വരുന്നത്. ഓൾസോ ഒരു ഡി റാമിൽ ലാർജ് നമ്പർ ഓഫ് സെൽസ് ഉണ്ടാവും. ഓക്കെ. എസ് റാമിൻ്റെ കാര്യം വരുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോസ് കപ്പിൾഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് കോൺഫിഗറേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കപ്പാസിറ്റർ ഇല്ലാത്തത് കൊണ്ട് തന്നെ റീഫ്രഷിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. പക്ഷേ നമ്മളുടെ ഡി റാം വെച്ച് കമ്പയർ ചെയ്ത് കുറച്ചുകൂടി ചെറിയ റീഡ് റൈറ്റ് സൈക്കിൾസ് ആയിരിക്കും നമുക്ക് എസ് റാമിന് ഉണ്ടായിരിക്കും. അപ്പം ഡി റാമും എസ് റാമും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു റീഫ്രഷ് ആണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് റീഡ് ഒൺലി മെമ്മറി. റീഡ് ഒൺലി മെമ്മറി എന്ന് പറയുമ്പം നോൺ വോളറ്റൈലാണ് പറഞ്ഞു. ബിക്കോസ് ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് റീഡ് ഒൺലി എന്ന് വെച്ചാൽ വായിക്കാൻ മാത്രമേ പറ്റൂ, നമുക്കതിൽ എഴുത്തും കാര്യങ്ങളും അല്ലെങ്കിൽ റീറൈറ്റിംഗ് ചെയ്യുന്നത് പോസിബിൾ അല്ല. ഇനി ഈ ഒരു ഇതിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം സ്വിച്ച് ഓഫ് ചെയ്താൽ പോലും കണ്ടൻറ്റ് റിസ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ കണ്ടൻറ്റ് റീറ്റെയിൻ ചെയ്ത് നിൽക്കും എന്നുള്ളതാണ് റീഡ് ഒൺലി മെമ്മറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി യൂഷ്വലി റീഡ് ഒൺലി മെമ്മറി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കിപ്പോൾ ഒരു കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. നമ്മളൊരു കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബൂട്ടിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ് അണ്ടർഗോ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫയൽസ് അല്ലാന്നുണ്ടെങ്കിൽ ഫേംവെയറോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും, അല്ലെങ്കിൽ അതിനെ ബൂട്ടപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും, നമ്മളുടെ കമ്പ്യൂട്ടർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഫയലെന്ന് പറയുന്നത് നമുക്ക് മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, കണ്ടൻറ്റ് മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റീഡ് ഒൺലി മെമ്മറിയുടെ കണ്ടൻറ്റാണ്. അപ്പം ഫേംവെയറിന് വേണ്ടിയിട്ട് നമുക്ക് റീഡ് ഒൺലി മെമ്മറി യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഫേംവെയർ എന്ന് പറയുമ്പോഴത്തേനും ബൂട്ടിങ്ങിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് ഹാർഡ്വെയർ ഇനീഷ്യലൈസേഷനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. റൺ ടൈം സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്. അപ്പോൾ ബയോസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫേംവെയർ ആണ്. റോമിനെ നമുക്ക് പല കാറ്റഗറീസിൽ ഡിവൈഡ് ചെയ്യാം. റോം
പ്രോം, അതായത് പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി, EEPROM, EEPROM. അപ്പം ഇതെന്നൊക്കെ പറയുന്നത് റീസബിൾ ആയിട്ടുള്ള ഒരു ഒരു ഫങ്ഷനാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതും കൂടിയാണ് റോമിൻ്റെ ബാക്കിയുള്ള സെക്ഷൻസ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് CMOS എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. ഇതെന്ന് പറയുന്നത് എഗെയിൻ നോൺ വോളറ്റൈലാണ്. ഇവിടെ നമുക്കൊരു ബാറ്ററി ഉണ്ടാവും, അത് സിസ്റ്റം കോൺഫിഗറേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് CMOS നമുക്ക് യൂസ് ചെയ്യാം. ബാറ്ററി ബൈ ചാൻസ് നമ്മളുടെ പവർ തീർന്നു പോയി അല്ലെങ്കിൽ റൺ ഔട്ടായി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് CMOSൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കണ്ടൻ്റ് എല്ലാം പോകും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു ബാക്കപ്പ് ഫയൽ വേണ്ടി വരും റെസ്റ്റോറേഷനായിട്ട്. അപ്പോൾ സിസ്റ്റം ക്ലോക്ക് ഉൾപ്പെടെ എല്ലാം ഇതിൻ്റെ പോകും. ബാറ്ററി ചാർജ് തീരുമ്പോഴത്തേനും കംപ്ലീറ്റ്ലി ഓഫായി പോകും. അപ്പം ഇതിനെ റീസ്റ്റോർ ചെയ്യാനായിട്ടൊരു ബാക്കപ്പ് ഫയലിൻ്റെ ആവശ്യം വരും. ഇനി അടുത്ത ടൈപ്പ് ഓഫ് മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി. നമുക്ക് പ്രൈമറി മെമ്മറീനെ പറ്റി പറയുമ്പോഴത്തേന് പ്രൈമറി മെമ്മറിക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോറേജേ കാണത്തുള്ളൂ. അതായത് വളരെ ആവശ്യമായിട്ടുള്ളതിനെ മാത്രമേ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എഗെയിൻ സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോഴത്തേനും എക്സ്റ്റേണലി നിൽക്കുന്ന മെമ്മറി, അല്ലെങ്കിൽ ഇപ്പോൾ പെൻ ഡ്രൈവ്സ് മാത്രമായിരിക്കും, ചിലപ്പോൾ പെൻ ഡ്രൈവ്സോ CDസോ മാത്രമായിരിക്കും സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരിക. അങ്ങനെയല്ല, നമുക്ക് സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോഴത്തേനും രണ്ട് രീതിക്കുണ്ട്, ഫിക്സ്ഡ് ആൻഡ് റിമൂവബിൾ. സോ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന സെക്കൻഡറി മെമ്മറി ഉണ്ട്, ഫിക്സബിൾ അല്ലാതെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന സെക്കൻഡറി മെമ്മറി ഉണ്ട്. ബേസിക്കലി സെക്കൻഡറി മെമ്മറി ഒരു എക്സ്റ്റേണൽ മെമ്മറി ആണ് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾക്ക് ചീപ്പസ്റ്റ് ആൻഡ് സ്ലോവസ്റ്റ് ഫോം ഓഫ് മെമ്മറി ആയതുകൊണ്ട് തന്നെ നമുക്കത് കൂടുതൽ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ പ്രൈമറി മെമ്മറിയുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഫിക്സ്ഡ് ആയിട്ടുള്ള സെക്കൻഡറി മെമ്മറീനെ കൂട്ടാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡറി മെമ്മറി CPU ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പ്രോഗ്രാംസ് പ്രൈമറി മെമ്മറിയിലൂടെ തന്നെ CPUവിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞതിൽ കൺഫ്യൂഷൻസ് ഇല്ല എന്നുള്ളത് എന്ന് വിശ്വസിക്കുന്നു. സോ ഇനിയിപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ സെക്കൻഡറി മെമ്മറിയുടെ ടൈപ്സ് ആണ്. സോ ഫിക്സ്ഡ് ആൻഡ് റിമൂവബിൾ എന്ന് പറയുന്നത്, ഫിക്സ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ കാണും. ഇപ്പം സിസ്റ്റത്തിൻ്റെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കമ്പ്യൂട്ടറുമായിട്ടൊന്ന് ചേർന്ന് കിടക്കുന്നു എന്നുള്ളതല്ല, നമുക്ക് സിസ്റ്റത്തിൽ നിന്നും റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഒരു നോർമൽ ഇപ്പോൾ ഒരു USB റിമൂവ് ചെയ്യുന്ന പോലെയൊന്നും ഹാർഡ് ഡിസ്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതൊരു മെയിൻ്റനൻസ് പർപ്പസസിനോ അല്ലെങ്കിൽ അപ്ഗ്രേഡിങ്ങിനൊക്കെ മാത്രമേ നമുക്ക് ഫിക്സ്ഡ് സെക്കൻഡറി മെമ്മറീനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിനി കുറച്ച് സ്റ്റോറേജ് നോക്കാം, സെക്കൻഡറി മെമ്മറീസ് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാഗ്നറ്റിക് സ്റ്റോറേജ് മീഡിയ. മാഗ്നറ്റിക് സ്റ്റോറേജ് മീഡിയ എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ ഒരു മാഗ്നറ്റിക് ലെയർ ഉണ്ട്, അല്ലെങ്കിൽ മാഗ്നറ്റൈസേഷനിലൂടെയാണ് നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇതിനകത്ത് 0s and 1s ആയിട്ടായിരിക്കും ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്സ് ഒക്കെ മാഗ്നറ്റിക് സ്റ്റോറേജ് മീഡിയയിൽ വരുന്നതാണ്. മാഗ്നറ്റിക് സ്റ്റോറേജ് മീഡിയ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്. അതൊരു ഡിസ്ക് പോലത്തെ മെറ്റീരിയലാണ്, ഒരു മാഗ്നറ്റിക് കോട്ടിങ് കാണും, പിന്നെ അകത്തൊരു പ്ലാസ്റ്റിക് എൻവലപ്പ് ഉണ്ട്. ഇപ്പം ഇതിൽ നമുക്ക് 1.44 MB ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ്. അത് കഴിഞ്ഞ് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഡിവൈസസ് വന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് വൺ ഇസ് ഹാർഡ് ഡിസ്ക്. നമ്മുടെ കമ്പ്യൂട്ടറിലെല്ലാം ഹാർഡ് ഡിസ്ക് ഉണ്ടല്ലേ. ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് സർക്കുലർ ഡിസ്ക് ആണ്. അവരെ നമ്മൾ പ്ലാറ്റേഴ്സ് എന്ന് വിശേഷിപ്പിക്കും. ഇവർക്ക് എല്ലാവരെയും കൂടെ കണക്ട് ചെയ്യാനായിട്ടൊരു സ്പിൻഡിലുണ്ട്. അപ്പം ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെ മാഗ്നറ്റിക് സ്റ്റോറേജ് മീഡിയയുടെ കീഴിൽ കൂട്ടുന്നത്? ഇതിലെ ഓരോ സർഫസസ് അല്ലെങ്കിൽ ഡിസ്കിൻ്റെ ഈ ഒരു സെക്ഷനെ നമ്മൾ മാഗ്നറ്റിക് മെറ്റീരിയലുമായിട്ടാണ് കോട്ട് ചെയ്തേക്കുന്നത്. സോ ഇവരെ ടോപ്പ് ആൻഡ് ബോട്ടം ഡിസ്ക് ഒഴികെയുള്ള ബാക്കിയുള്ള ഇന്നറായിട്ടുള്ള എല്ലാ ഡിസ്കിനെയും ഡേറ്റ സ്റ്റോറേജിനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇതിനെ നമുക്ക് റീഡിങ് ആൻഡ് റൈറ്റിംഗ് പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ അതിനായിട്ട് പ്രത്യേകം ഹെഡ്സ് ഉണ്ട് ആൻഡ് ആക്സസ് ആംസ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ സ്റ്റാക്ക് ചെയ്തായിരിക്കും കിടക്കുക. അപ്പം നമ്മളുടെ ഈ ഒരു മൂവ്മെൻറ്റിനനുസരിച്ചായിരിക്കും നമ്മൾ ഡേറ്റ വായിക്കുന്നതും അല്ലെങ്കിൽ ഡേറ്റയെ റീറൈറ്റ് ചെയ്യുന്നതും ഒക്കെ. അടുത്ത നമ്മൾ നോക്കുന്നത് സെക്കൻഡ് ടൈപ്പ്, ദാറ്റ് ഇസ് ദി ഒപ്റ്റിക്കൽ സ്റ്റോറേജ് മീഡിയ. ഒപ്റ്റിക്കൽ സ്റ്റോറേജ് മീഡിയ എന്ന് പറയുന്നത് ലേസർ ബീം വെച്ചിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് കോമ്പാക്ട് ഡിസ്ക് അഥവാ CD എന്ന് നമ്മൾ പറയും. CDക്ക് നമുക്കറിയാം, നമ്മളുടെ പണ്ടത്തെ ലാപ്ടോപ്പിലൊക്കെ നമുക്കൊരു പർട്ടിക്കുലർ ഇതുണ്ടായിരുന്നു അല്ലേ, നമുക്കൊരു പർട്ടിക്കുലർ സെക്ഷൻ ഉണ്ടായിരുന്നു CD ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. സോ ഇതെന്ന് പറയുന്നത് 650 to 700 MB ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ടുള്ളതാണ്
ആണ് CDs എന്ന് പറയുന്നത്. നമുക്കൊരു ഡിസ്ട്രേ ഉണ്ടാവും, അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്റ്റേണൽ ഡിവൈസിനെ, നമുക്കൊരു പെരിഫറൽ ഡിവൈസിനെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ കണക്ട് ചെയ്ത് കഴിഞ്ഞേച്ച് നമുക്ക് ആ ഒരു CD റീഡ് ചെയ്യാനായിട്ടും പറ്റും. ഇനി അടുത്തത് CD തന്നെ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള വേർഷൻ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള വേർഷനാണ് DVD എന്ന് പറയുന്നത്. സോ DVD സ്റ്റാൻഡ്സ് ഫോർ ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്, അല്ലെങ്കിൽ ഡിജിറ്റൽ വീഡിയോ ഡിസ്ക്. CD പോലെ തന്നെ ഇരിക്കുന്ന ഒരു സംഭവം ആണെങ്കിൽ പോലും നമുക്ക് എന്താണ് കുറച്ചുകൂടി ഡേറ്റ, ഇപ്പോൾ ഇത് 4.7 GB to 17 GB ഡേറ്റ് നമുക്കൊരു DVDയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ വിത്ത് റെസ്പെക്ട് ടു സൈസ് നമുക്ക് എന്താണ് ബെറ്ററാണ്, കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിരിക്കും DVD യൂസ് ചെയ്യുവാണെങ്കിൽ. അടുത്തത് ബ്ലൂ-റേ ഡിസ്ക്. ബ്ലൂ-റേ ഡിസ്ക് എന്ന് പറയുന്നത് എഗെയിൻ ഓഡിയോ ആൻഡ് വീഡിയോ, ഹൈ ഡെഫിനിഷൻ ഓഡിയോ ആൻഡ് വീഡിയോ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് 27 GB ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും, അപ് ടു അല്ലെങ്കിൽ ഫ്രം 27 to 54, അതായത് ഒരു ലെയറും സിംഗിൾ ലെയറും ഡ്യുവൽ ലെയറുമായിട്ടായിരിക്കും നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുക ബ്ലൂ-റേ ഡിസ്കിൽ. അടുത്തത് SSM അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് മെമ്മറീസ്. സോളിഡ് സ്റ്റേറ്റ് മെമ്മറി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾക്ക് ആദ്യം മനസ്സിൽ വരേണ്ട ഒരു സംഭവം ഫ്ലാഷ് മെമ്മറി അല്ലെങ്കിൽ പെൻ ഡ്രൈവ്സ്, USBs എന്നുള്ളതാണ്. അപ്പം അതാണ് നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് മെമ്മറിയുടെ ഒരു ഡിവിഷനാണ് പെൻ ഡ്രൈവ്സ് എന്ന് പറയുന്നത്. പെൻ ഡ്രൈവ്സ് നമുക്കറിയാം അല്ലേ, USBs നമുക്കറിയാം, നമ്മൾക്ക് കുത്തിയിട്ട് നമ്മളതിൽ ഡേറ്റ ഇറേസ് ചെയ്യാം, നമുക്കതിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാം. നമുക്ക് ഒന്നെന്നുണ്ടെങ്കിൽ USB നേരെ കണക്ട് ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ അതിനായിട്ട് സെപ്പറേറ്റ് കണക്റ്റേഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പം ഇതെന്ന് പറയുന്നത് ഹാർഡ് ഡിസ്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, എന്നാൽ നമുക്കൊരു CD വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിരിക്കും. സോ താഴെ കൊടുത്തിരിക്കുന്ന ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. മേലിൽ നിന്ന് നിങ്ങൾ നോക്കുവാണെങ്കിൽ സൈസ് വെച്ച് ഓരോന്നോരോന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് ഇനീഷ്യലി ഇവിടെ വരുന്ന എല്ലാം പ്രൈമറി മെമ്മറിയാണ്, ആൻഡ് ദീസ് ആർ ഓൾ ഓൺ ബോർഡ് മെമ്മറി, വിച്ച് മീൻസ് ദാറ്റ് ഇതെല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഭാഗമായിട്ടുള്ള മെമ്മറിയാണ്. ഇത് നമ്മുടെ സെക്കൻഡറി മെമ്മറിയാണ്. സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോഴത്തേനും ദിസ് ഇസ് ഫിക്സ്ഡ് ഇൻസൈഡ് മൈ സിസ്റ്റം, ദിസ് ക്യാൻ ബി റിമൂവ്ഡ്. അപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് ആൻഡ് കോസ്റ്റ് വെച്ചിട്ട് കുറച്ചുകൂടെ ബെറ്റർ നമുക്ക് രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്യാഷ് മെമ്മറിയാണ്. പക്ഷേ സൈസ് കൂടുതൽ എമൗണ്ട് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്കൻഡറി മെമ്മറി ഓപ്ഷൻസൊക്കെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും.